കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൽ നിന്നും 1% മാത്രം മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ മൾട്ടി ബില്യൺ ബ്രാൻഡ് ഏതാണെന്നറിയോ? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, അമൂൽ എന്ന ബ്രാൻഡാണത്. 1946 ഒരു കൂട്ടം ക്ഷീര കർഷകർ തുടങ്ങിയ ഒരു കോർപ്പറേറ്റ് കമ്പനി ഇന്ന് 80,000 crore മുകളിൽ ടേൺ ഓവർ വരുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊണ്ടും കൺസിസ്റ്റൻ്റ് ആയുള്ള മാർക്കറ്റിംഗ് രീതി കൊണ്ടുമാണെന്ന് വേണമെങ്കിൽ പറയാം. 100-ലധികം പ്രൊഡക്ട്സ് ഉണ്ടെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ മാത്രം പെർട്ടിക്കുലറായി പ്രൊമോട്ട് ചെയ്യാതെ അമൂൽ എന്ന ബ്രാൻഡിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തു പോരുന്നത്. ഒരു സിംഗിൾ ബ്രാൻഡിൻ്റെ കീഴിൽ ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ്, അംബ്രല്ല ബ്രാൻഡിങ് എന്ന സ്ട്രാറ്റജിയാണ് അമൂൽ ഇവിടെ ചെയ്തു പോരുന്നത്. ഇതുവഴി അഡ്വർടൈസിംഗ് കോസ്റ്റ് കുറക്കുക മാത്രമല്ല, ഒരു സ്ട്രോങ് ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും അമൂലിന് സാധിച്ചിട്ടുണ്ട്. അമൂലിൻ്റെ പരസ്യങ്ങളിലെല്ലാം അവർ ഓരോ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അപ്പിയറായി വരുന്ന ആ ഒരു ഐക്കോണിക് അമൂൽ ഗേളിനെ ആരും മറക്കില്ല. എല്ലാ ആഡ് ക്യാമ്പയിനിലും ഈ ഒരു ബ്രാൻഡ് മസ്കറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ ഓഡിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അമൂൽ എന്ന ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയും വാല്യൂവും നിലനിർത്താനും അവർക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. തുടക്കകാലം മുതൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഈ അമൂലുകൾ അടങ്ങുന്ന കൺസിസ്റ്റൻ്റ് ആയുള്ള ആഡ് ക്യാമ്പയിൻസ് എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറൻറ്റ് ഇൻസിഡൻസ് അടങ്ങുന്ന ടോപ്പിക്കൽ ഇഷ്യൂസ് ബേസ് ചെയ്തുള്ള ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷനാണ് അവർ മാർക്കറ്റിങ്ങിൽ ഫോളോ ചെയ്യുന്നത്, ലൈക്ക് മൊമെന്റ് മാർക്കറ്റിംഗ്. ഇത്തരം മാർക്കറ്റിംഗ് അപ്രോച്ച് കൊണ്ട് എങ്ങനെയാണ് അമൂൽ ഇപ്പോഴും ഒന്നാമതായി നിലനിൽക്കുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ they would say, this is the power of consistency in company.